Hello, my dear മക്കളെ. Let's step into the exciting world of English. അറിയാലോ, അർജുൻ സാറാണ്. അപ്പോൾ മക്കളെ, നമുക്കെല്ലാവർക്കും കൂടി കുറച്ച് പക്ഷികളെ നിരീക്ഷിക്കാൻ പോയാലോ? എപ്പോഴും ഇങ്ങനെ പരീക്ഷ എന്നൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു കാര്യത്തിനൊരു സമയം കിട്ടില്ല. അപ്പോൾ നമുക്കൊരു കാര്യം, ഒരു ബൈനോക്കുലറൊക്കെ എടുത്ത് ഒരു കുന്നിൻ്റെ മണ്ടയിലോ അല്ലെങ്കിൽ ഒരു കാട്ടിൻ്റെ ഉള്ളിലൊക്കെ പോയിട്ട് അതിങ്ങനെ നോക്കി ഒരുപാട് പക്ഷികളെക്കുറിച്ച് നിരീക്ഷിച്ച് പഠിച്ചാലോ? അങ്ങനെയുള്ള ഒരു ക്ലാസ്സിലേക്കാണ് എൻ്റെ മക്കളെ ഇന്ന് സാറ് കൂട്ടിക്കൊണ്ടുപോകുന്നത്. ട്രിൽസ് ആൻഡ് ട്രിൽസ് ബേർഡ് വാച്ചിങ് ഇൻ ഇന്ത്യ. ഡോക്ടർ സാലിം അലിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ബയോപിക്കിൽ നിന്നും നടുപേജ് കീറി ചീന്തി എടുത്തിട്ടുള്ള വളരെ രസകരമായിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട അനുഭവങ്ങളും അതിനോടൊപ്പം ചേർത്ത കുറച്ച് കാര്യങ്ങളുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, വളരെ ഗംഭീരമായിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പഠിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ് ട്രിൽസ് ആൻഡ് ട്രിൽസ് ബേർഡ് വാച്ചിങ് ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പോൾ നിങ്ങളിൽ ഒരുപാട് ആൾക്കാർക്ക് പലതരം ഹോബീസ് ഉണ്ടാവും അല്ലേ? നമുക്കെല്ലാവർക്കും ഓരോ ഹോബികൾ ഉണ്ടാവും. ചില ആൾക്കാർക്ക് പെയിൻറ്റിങ് ആയിരിക്കും, ചില ആൾക്കാർക്ക് ഡാൻസിങ്, പിന്നെ കഥ, കവിത, എഴുത്ത്, ചിത്രരചന, അങ്ങനെ ഒരുപാട് ഹോബീസ് ഉണ്ടാവും. വളരെ വിരളമായിട്ടുള്ള ആളുകളാണ് പക്ഷി നിരീക്ഷണവും കൊണ്ട് നടക്കുന്നത്. അപ്പം ലോകത്തൊമ്പാടുമായിട്ട് ഒരുപാട് തരം പക്ഷികളുണ്ട് അല്ലേ? നമ്മുടെ നാട്ടിൽ തന്നെ ഏതൊക്കെ തരം പക്ഷികളുണ്ട്? കാക്കയുണ്ട്, പ്രധാനമായിട്ടും നമുക്കൊരു കാക്കയുണ്ട്, പിന്നെ മയിലുകളുണ്ട്, കുരുവികളുണ്ട്, വേഴാമ്പലുകളുണ്ട്, അടയ്ക്കാക്കുരുവികളുണ്ട്, അങ്ങനെ പല രീതിയിലുള്ള ഒരുപാട് പക്ഷികൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇതിനെയൊക്കെ നിരീക്ഷിക്കുക, ഇതിനെയൊക്കെ നോക്കി മനസ്സിലാക്കി ഇതെങ്ങനെയാണ് പെരുമാറുന്നത്, ഇതെങ്ങനെയാണ് കൂടുകൂട്ടുന്നത്, എവിടെയാണ് മുട്ടയിടുന്നത്, മുട്ടയിട്ട് വിരിയാൻ എത്ര ദിവസം ഉണ്ടാവും എന്നൊക്കെ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കുന്നവരെയാണ് നമ്മൾ പക്ഷി നിരീക്ഷകർ അല്ലെങ്കിൽ പക്ഷിശാസ്ത്രം പഠിക്കുന്ന ആളുകൾ എന്നൊക്കെ പറയുന്നത്. അല്ലാതെ പക്ഷിശാസ്ത്രം എന്ന് ഉദ്ദേശിച്ചാൽ മറ്റേ കൂട്ടിൻ്റെ ഉള്ളിൽ ഒരു തത്തേനെ ഇട്ടുകൊണ്ടുവന്ന് കുറേ ചീട്ട് നിരത്തി വെച്ചിട്ട് തത്തേ ചീട്ടട് എന്ന് പറയുന്ന ടീം, അതല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്ന പക്ഷി നിരീക്ഷണം, പക്ഷിശാസ്ത്രം. അല്ലാതെ പക്ഷികളെക്കുറിച്ച് വളരെ സയൻറ്റിഫിക് ആയിട്ട് നടത്തുന്ന പഠനങ്ങളുണ്ട്. അവരെയാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ നേരെ ബൈനോക്കുലറിൽ കൂടെ നോക്കിക്കൊണ്ട് പുതിയൊരു പക്ഷി നിരീക്ഷണ ക്ലാസ്സിലേക്ക് പോവുകയാണ്. നമുക്ക് ആദ്യം തന്നെ സാലിം അലിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള ഇന്ത്യൻ ഓർണിത്തോളജിസ്റ്റ് ആയിട്ടുള്ള നാച്ചുറലിസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ് ഡോക്ടർ സാലിം അലി. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1896 to 1987, ഈ ഒരു ടൈമിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ഹി ഈസ് നോൺ ആസ് ദി ബേർഡ് മാൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ, പക്ഷി രാജനല്ല, പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ഇദ്ദേഹമാണ്. സാലിം അലി വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ടു കണ്ടക്ട് സിസ്റ്റമാറ്റിക് ബേർഡ് സർവേസ് അക്രോസ് ഇന്ത്യ. ഇന്ത്യ ഒട്ടുക്കുമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ശാസ്ത്രീയമായ രീതിയിൽ ഒരു ക്രോണോളജിയും അതുപോലെ തന്നെ ഡാറ്റയൊക്കെ വെച്ചുകൊണ്ട് ഒരു പഠനം നടത്തിയിട്ടുള്ള ആളാണ് ഡോക്ടർ സാലിം അലി. ഹി ഈസ് ദ ഓഥർ ഓഫ് സെവറൽ ബുക്സ് ഓൺ ഓർണിത്തോളജി. പക്ഷികളെക്കുറിച്ചുള്ള പഠനത്തിനാണ് ഓർണിത്തോളജി എന്ന് വിളിക്കുന്നത്. പക്ഷികളെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനശാഖയാണ് ഓർണിത്തോളജി. അതിൽ ഒരുപാട് പുസ്തകങ്ങൾ രചിച്ചിട്ടുള്ള ആളാണ് ഇദ്ദേഹം. ഹി കോ ഓതർഡ്, വേറൊരാളുടെ കൂടെ എഴുതുന്നതിനാണ് കോ ഓതറിംഗ് എന്ന് പറയുക. ദ ലാൻഡ് മാർക്ക് 10 വോളിയം ഓഫ് ഹാൻഡ് ബുക്ക് ഓഫ് ദി ബേർഡ്സ് ഇൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. ഇതൊരു വലിയ പുസ്തകമാണ്, ഒരുപാട് വോളിയംസ് ഉള്ള 10 വോളിയംസ് ഉള്ള ഹാൻഡ് ബുക്ക് ഓഫ് ദി ബേർഡ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും പക്ഷികൾ എന്നതിനെ സംബന്ധിച്ച് ഒരു പുസ്തകം തയ്യാറാക്കിയിട്ടുണ്ട്. ആരുടെ കൂടെയാണ്? സിഡ്നി ഡിലോൺ റിപ്ലേ. ഇയാളുടെ കൂടെ സിഡ്നി ഡിലോൺ റിപ്ലേയുടെ കൂടെ ആണ് ഈ ഒരു പുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത്. അതുമാത്രമല്ല, ഹി വാസ് അവാർഡഡ് ദ പത്മഭൂഷൺ ഇൻ 1958. 1958 രാജ്യം അദ്ദേഹത്തിന് പത്മഭൂഷൺ നൽകി ആദരിച്ചു. ആൻഡ് ദ പത്മവിഭൂഷൺ, അതിനേക്കാൾ ഉയർന്ന പുരസ്കാരമായിട്ടുള്ള പത്മവിഭൂഷൺ 1976 സ്വന്തമാക്കി. സെവറൽ സ്പീഷീസ് ഓഫ് ഫോണാസ് ലൈക്ക് സാലിം അലീസ് ഫ്രൂട്ട് ബാറ്റ് ആൻഡ് സാലിം അലീസ് ഡ്വാർഫ് ജിക്കോ, ഇത്രയും പക്ഷികളെക്കുറിച്ച്, സ്പീഷീസിനെ കുറിച്ചുള്ള പഠനങ്ങൾ അദ്ദേഹം നടത്തി. അതിന് പേര് നൽകിയതും അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കാണ്. ആൻഡ് എ കപ്പിൾ ഓഫ് ബേർഡ് സാഞ്ചുറീസ്, ഇന്ത്യയിലെ ഒത്തിരി ബേർഡ് സാഞ്ചുറീസിനും ഇദ്ദേഹത്തിൻ്റെ പേര് നൽകിയിട്ടുണ്ട്. ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഇദ്ദേഹത്തിൻ്റെ പേര് നൽകിയിട്ടുണ്ട്. ഹാവ് ബീൻ നെയിംഡ് ആഫ്റ്റർ ഹിം. ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെ പേര്, സലീം അലിയുടെ പേരിലാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസും വൈൽഡ് ലൈഫ് സാഞ്ചുറീസും അതുപോലെ തന്നെ ചില പക്ഷികളുടെ ഒക്കെ പേരുള്ളത്. അപ്പോൾ അത്രയധികം സംഭാവന നൽകിയിട്ടുള്ള ഒരു സാധു മനുഷ്യനല്ലേ? ഫോട്ടോയിലൊക്കെ നോക്കിയേ, നല്ല വെള്ളത്താടിയും കണ്ണടയ്ക്കും ഒരു തൊപ്പിയൊക്കെ വെച്ച ഒരു പാവം അപ്പൂപ്പനാണ് സാലിം അലി. ഓക്കെ, സാലിം അലിയുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട ഉദ്വേഗജനക നിമിഷങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നോക്കിയാലോ. One of the standard questions to me is about the thrilling adventures in a lifetime of exploring for birds. എന്നോട് ചോദിച്ചിട്ടുള്ള നല്ല ചില ചോദ്യങ്ങളിൽ ഒരെണ്ണമാണ് ത്രില്ലിംഗ് അഡ്വഞ്ചേഴ്സ് ഇൻ എ ലൈഫ് ടൈം. ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള ആവേശം കൊള്ളിക്കുന്ന സാഹസങ്ങൾ ഓഫ്
എക്സ്പ്ലോറിംഗ് ഫോർ ബേർഡ്സിനെ കുറിച്ച് അന്വേഷണങ്ങൾ നടത്തുമ്പോൾ ഉണ്ടായിട്ടുള്ള ഏറ്റവും സാഹസം നിറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുന്നതാണ് എൻ്റെ ജീവിതത്തിൽ എന്നോട് ചോദിച്ചിട്ടുള്ള മികച്ച നല്ല ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ പലതരം ചോദ്യങ്ങൾ ചോദിക്കാം അല്ലേ? പക്ഷേ സാലിം അലിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചോദ്യങ്ങൾ പക്ഷി നിരീക്ഷണത്തിനെ സംബന്ധിച്ചതാണ്. എക്സ്പ്ലോറിംഗ് വെച്ചാൽ പര്യവേഷണം നടത്തുക, ഒരു സാധനത്തെക്കുറിച്ച് ഡീപ്പായിട്ട് മനസ്സിലാക്കാനുള്ള റിസർച്ചുകൾ നടത്തുന്നതിനാണ് പറയുന്നത്. മൈ ആൻസർ മസ്റ്റ് സീം ഡിസപ്പോയിൻറ്റിങ്. പക്ഷേ എൻ്റെ ഉത്തരങ്ങൾ ഉറപ്പായിട്ടും നിരാശ ജനിപ്പിക്കുന്നതായിരിക്കും. ഞാൻ കൊടുത്തിട്ടുള്ള ഉത്തരങ്ങൾ വളരെ നിരാശ ജനിപ്പിക്കുന്നതായിരിക്കും. അത്രയും വലിയ സാഹസങ്ങളൊന്നും ഉണ്ടാവില്ലായിരിക്കും ചിലപ്പം. നോക്കാം. ഓർണിത്തോളജി എന്ന് വെച്ചാൽ പക്ഷികളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഓർണിത്തോളജി ആസ് എ ഹോബി ഓർ പ്രൊഫഷൻ, ഒരു ഹോബി എന്ന നിലയ്ക്കോ പ്രൊഫഷൻ എന്ന നിലയ്ക്കോ ദ ഫുൾ ഓഫ് അഡ്വഞ്ചേഴ്സ്, അത് നിറയെ അഡ്വഞ്ചറുകൾ ഉണ്ടെങ്കിലും റിവാർഡ്സ് പാരിതോഷികങ്ങൾ ഉണ്ടെങ്കിലും ആൻഡ് ഡിസപ്പോയിൻമെൻറ്റ്സ് നിരാശകളുണ്ടെങ്കിലും ഇസ് യൂഷ്വലി വൺ ഓഫ് ദ മോസ്റ്റ് പീസ്ഫുൾ ഓഫ് പെർസ്യൂട്ട്സ്. പിന്തുടരാൻ പറ്റിയ വളരെ സമാധാനമുള്ള ജോലികളിൽ ഒരെണ്ണം തന്നെയാണ് പക്ഷി നിരീക്ഷണം എന്ന് പറയുന്നത്. ഓക്കെ, പലതരം അഡ്വഞ്ചേഴ്സും കാര്യങ്ങളും അപകടങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ കൂടി അത് വളരെ ശാന്തമായിട്ടുള്ള ഒരു ജോലി കൂടിയാണ്. വലിയ തലവേദന പിടിച്ച പണിയൊന്നുമല്ല. ഇറ്റ് ഈസ് സർട്ടൻലി നോട്ട് ലാക്കിംഗ് ഇൻ എക്സൈറ്റ്മെൻറ്റ് ആൻഡ് ത്രിൽസ് ദോ. ഇതിനകത്ത് ഉറപ്പായിട്ടും എക്സൈറ്റ്മെൻറ്റുകളുടെ കുറവുകളുമില്ല, അതുപോലെ തന്നെ ത്രില്ലുകളുടെ കുറവുകളും ഒന്നും തന്നെ ഇല്ല. അപ്പം നിങ്ങൾ അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ, സാഹസമുള്ള ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ, ചില ആൾക്കാർക്ക് ആർമിയിലൊക്കെ പോകാൻ വലിയ ഇഷ്ടമായിരിക്കും അല്ലേ? അത് വളരെ സാഹസം നിറഞ്ഞ ജീവത്യാഗം വരെ ചെയ്യേണ്ടി വരുന്ന ജോലികളാണ്. അതുപോലെ തന്നെ വലിയ വലിയ ക്രിക്കറ്റ് കളിക്കാരനോ ഫുട്ബോൾ കളിക്കാരനോ ഒക്കെ ആവാൻ ഭയങ്കരമായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ടാവും. അതും വളരെ ആവേശം ജനിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെയാണ് ഇതിനകത്തും എക്സൈറ്റ്മെൻറ്റുകളും ത്രില്ലുകളും ഒക്കെ ഉണ്ട്. നിങ്ങൾ എത്ര പേർക്ക് പക്ഷി നിരീക്ഷണം ഭയങ്കര ഇഷ്ടമുണ്ട്? പക്ഷികളെങ്ങനെ കാണുന്ന സമയത്ത് ഹായ് നല്ലൊരു കിളി, ഹായ് നല്ലൊരു പക്ഷി എന്ന് പറഞ്ഞ് അതിൻ്റെ പിന്നാലെ പോയി അതിൻ്റെ ഫോട്ടോ എടുക്കും, അതിൻ്റെ തൂവലൊക്കെ ശേഖരിച്ച് വെക്കുന്ന സ്വഭാവമുള്ള ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിനകത്ത് മീ 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 എന്നിങ്ങനെ കൈയിട്ട് കാണിച്ചോ. With the richness and variety of bird life in India. ഒറ്റ സെക്കൻഡ് മക്കളെ, എൻ്റെ പേന തെറിച്ചു പോയി. With the richness and variety of bird life in India. ഇന്ത്യയിലുള്ള പക്ഷികളുടെ റിച്ച്നെസ്, ധാരാളിത്തം കൊണ്ടും വെറൈറ്റി, വിഭിന്നത കൊണ്ടും അല്ലെങ്കിൽ വൈവിധ്യങ്ങൾ കൊണ്ടും എക്സൈറ്റിംഗ് ഡിസ്കവറീസ് ക്യാൻ ബി മെയ്ഡ് ബൈ എനി ബേർഡ് വാച്ചർ. ഏത് പക്ഷി നിരീക്ഷകനും വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ആവേശം കൊള്ളിക്കുന്ന ഡിസ്കവറീസ്, കണ്ടെത്തലുകൾ നടത്താൻ സാധിക്കും. അപ്പോൾ അത്രയധികം വൈവിധ്യങ്ങൾ ഇന്ത്യയിലെ പക്ഷികൾക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മളെ ടോപ്പോഗ്രാഫി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ? മലമ്പ്രദേശങ്ങൾ, മലകളുള്ള സ്ഥലങ്ങളുണ്ട്, മഞ്ഞ് വീഴുന്ന സ്ഥലങ്ങളുണ്ട്, ഡെസേർട്ടുകളുണ്ട്, തിക്ക് ഫോറസ്റ്റുകളുണ്ട് അല്ലേ? അങ്ങനെ പല രീതിയിലുള്ള ഒരു ജോഗ്രഫിക്കൽ സിറ്റുവേഷൻ ഇന്ത്യയിലുണ്ട്. സോ ഉറപ്പായിട്ടും നിങ്ങളൊരു പക്ഷി നിരീക്ഷണം ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് എക്സൈറ്റിംഗ് ഡിസ്കവറീസ് നടത്താൻ പറ്റും എന്ന് പറയുന്നത്. It is refreshing to find that bird watching as a hobby is growing rapidly in popularity. Bird watching as a hobby ആയിക്കൊണ്ട്, പക്ഷി നിരീക്ഷണം ഒരു ഹോബി ആയിക്കൊണ്ട് ഇന്ത്യയിൽ പോപ്പുലാരിറ്റി, അതിൻ്റെ ജനകീയത കൂടി വരികയാണ്, വളരെ പെട്ടെന്ന് കൂടി വരികയാണ്. ഇത് വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്, വളരെ പുതുമ നൽകുന്നൊരു കാര്യമാണ്. ഒരുപാട് പേര് ഈ ഒരു മേഖലയിലേക്ക് വരുന്നു എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് പക്ഷി നിരീക്ഷണം എന്നതൊരു ഹോബി എന്ന നിലയിൽ മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നത് വളരെ റിഫ്രഷിങ്ങും പുതുമ നിറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. സാലിം അലിക്ക് അതൊക്കെ വളരെ ഇഷ്ടമായിട്ടാണ് പറയുന്നത്. ഒരുപാട് പേര് പക്ഷി നിരീക്ഷണത്തിലോട്ട് വരണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. എന്നിട്ടോ ഇനി ഒരു എക്സ്പീരിയൻസ് പറയാം. I had grown up only on the traditional accounts of the nesting habits of birds. പക്ഷികളുടെ കൂടുകൂട്ടുകളെ കുറിച്ച് ലഭ്യമായിട്ടുള്ള പരമ്പരാഗത വിവരണങ്ങൾ കേട്ടുകൊണ്ടാണ് ഞാൻ വളർന്നിട്ടുള്ളത്. അപ്പോൾ പക്ഷികൾ ഇങ്ങനെ കൂടുകൂട്ടുന്നതിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ ഓരോരുത്തരും ഓരോ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. പല പക്ഷികൾ ഏതൊക്കെ രീതിയിലായിരിക്കും കൂടുകൂട്ടുക, കാക്കയുടെ കൂട്ടിനകത്ത് വേറൊരാൾ വന്ന് മുട്ടയിടും എന്നുള്ളതൊക്കെ വളരെയധികം ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. അതിനെയൊക്കെ കുറിച്ച് പരമ്പരാഗതമായിട്ട് ട്രഡീഷണൽ ആയിട്ടുള്ള രചനകളും ഉണ്ടായിട്ടുണ്ട്. ദീസ് വർ ഇൻട്രസ്റ്റിംഗ് ഇനഫ് ഫോർ എ കീൻ ബേർഡ് ഫോട്ടോഗ്രാഫർ. ഒരു ബേർഡ് ഫോട്ടോഗ്രാഫർ, അതും എങ്ങനെയുള്ളത്, വളരെ കീനായിട്ട് താല്പര്യത്തോടു കൂടി പക്ഷികളുടെ ഫോട്ടോ എടുക്കുന്ന ഒരാൾക്ക് ഇതൊക്കെ വളരെ അധികം ആവശ്യമുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ മതി, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ഈ പുസ്തകങ്ങളുടെ അകത്തുണ്ട്. നിങ്ങളൊരു നല്ല ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ, ആസ് ഐ വാസ്, എന്നെപ്പോലെ ടു വോണ്ട് ടു റെക്കോർഡ് ഓൺ എ ഫിലിം, ഒരു ഫിലിമിൽ ഇതെല്ലാം റെക്കോർഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ എന്നെപ്പോലെയുള്ള ഒരാൾക്ക് ഈ ഒരു പുസ്തകങ്ങളുടെയൊക്കെ മാത്രം ആവശ്യമേ ഉള്ളൂ. ബട്ട് വൈൽ കൺസീൽഡ് ഇൻ എ ക്യാൻവാസ് ഹൈഡ്, ഒരു വലിയ ക്യാൻവാസിനകത്ത് ഒളിച്ചു നിന്നുകൊണ്ട്
perched high upon a step ladder, ഒരു വലിയ കോണിയുടെ മേലെ കയറി നിന്നുകൊണ്ട് വളരെ പൊക്കത്തിൽ ഒളിച്ചു നിൽക്കുന്ന സമയത്ത് a few yards away from the nest, കൂടുകളിൽ നിന്നും വളരെ കുറച്ച് യാർഡുകൾ മാത്രം അകലെ. ഒരു യാർഡ് എന്ന് പറയുന്നത് ഏകദേശം 3 അടിയാണ്. ഓക്കെ, 3 അടി, അങ്ങനെ വളരെ കുറച്ച് അടികൾ മാത്രം അകലെ നിന്നുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഐ നോട്ടീസ് സം അൺയൂഷ്വൽ ഗോയിങ്സ്, വളരെ വിചിത്രമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഓൺ വിച്ച് ക്ലിയർലി ഷോഡ് ദാറ്റ്, കാണിച്ചു തന്നത് എന്തെന്ന് വെച്ചാൽ ദാറ്റ് ദ ബേർഡ്സ് ഹാഡ് നോട്ട് റെഡ് ദ ടെക്സ്റ്റ് ബുക്സ്, ഈ പറഞ്ഞ പുസ്തകങ്ങൾ ഒന്നും തന്നെ ഈ പറഞ്ഞ പക്ഷികൾ വായിച്ചിട്ടില്ല. അതായത് പുസ്തകങ്ങളിൽ പറഞ്ഞതിൻ്റെ അപ്പുറമുള്ള കാര്യങ്ങൾ, അതിനും അപ്പുറമായിട്ടുള്ള വിചിത്രമായിട്ടുള്ള കാര്യങ്ങൾ ഈ പക്ഷികൾ ചെയ്യാറുണ്ട്. അപ്പോൾ അത് രസകരമായിട്ട് തമാശയിൽ പരിഹസിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഇതൊക്കെ ഞാൻ ശ്രദ്ധിച്ച സമയത്ത് എനിക്ക് മനസ്സിലായതാണ്, ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഈ പുസ്തകത്തിലില്ല, അതുകൊണ്ട് ഈ പുസ്തകങ്ങളൊന്നും പക്ഷികൾ വായിച്ചിട്ടില്ല എന്ന് തോന്നുന്നു എന്ന് പറയുകയാണ് സാലിം അലി. അതായത് പുസ്തകങ്ങളിൽ തരുന്ന വിവരണങ്ങളുടെ അപ്പുറമാണ് പക്ഷികൾ ചെയ്യുന്ന കാര്യങ്ങൾ. അത് വളരെ അടുത്ത് അവരെ ഒബ്സർവ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അല്ലേ, നമുക്ക് ആൾക്കാരെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അവരായിട്ട് ഇടപഴകണ്ടേ, അല്ലാതെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരാളെ കുറിച്ച് പറഞ്ഞാൽ നമ്മളത് വിശ്വസിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. While the field study of birds is a peaceful occupation, പക്ഷികളെക്കുറിച്ചുള്ള ഈ ഒരു സ്റ്റഡി ഉണ്ടല്ലോ, അങ്ങനെ ഓടി നടന്ന് ഇതിനെക്കുറിച്ച് ഗവേഷണം നടത്തുന്നത് അതൊരു പീസ്ഫുൾ ഒക്യുപ്പേഷൻ ആണെങ്കിൽ കൂടി ഇറ്റ് ഈസ് നോട്ട് എൻറ്റയർലി വിത്തൗട്ട് ഹസാർഡ്സ്, അതിൽ നിന്നും ആപത്തുകൾക്ക് യാതൊരു കുറവുമില്ല. ഏത് നിമിഷവും എന്ത് അപകടവും സംഭവിക്കാം. ഇൻ എലിഫന്റ് റിഡൻ ജംഗിൾസ് ഇൻ സൗത്ത് ഇന്ത്യ ഫോർ ഇൻസ്റ്റൻസ്, ഉദാഹരണത്തിന് ആനകൾ തിങ്ങി നിറഞ്ഞിട്ടുള്ള സൗത്ത് ഇന്ത്യയിലെ വനങ്ങളിൽ, ദക്ഷിണേന്ത്യയിലെ വനങ്ങളിൽ ഐ ഹാവ് ഫ്രീക്വൻലി ഫൗണ്ട് മൈസെൽഫ് ഇൻ ഡിസ്റ്റർബിംഗ് സിറ്റുവേഷൻസ്, വളരെ ദുരിതം അനുഭവിക്കുന്ന, ദുരന്തം ആവേണ്ടിയിരിക്കുന്ന സിറ്റുവേഷൻസിൽ പലപ്പോഴും ഞാൻ എത്തിപ്പെട്ടിട്ടുണ്ട്. വൈൽഡ് എലഫന്റ്, ഒരു കാട്ടാന സഡൻലി കം അപ്പോൺ അറ്റ് ക്ലോസ് ക്വാർട്ടേഴ്സ്, വളരെ അടുത്തെത്തുക. A situation by no means uncommon in parts of Karnataka and Kerala. കേരളത്തിലെയും കർണാടകത്തിലെയും വനങ്ങളിൽ ഇതൊന്നും അൺകോമൺ ആയിട്ടുള്ള കാര്യമല്ല, റെയർ ആയിട്ടുള്ള കാര്യമല്ല, സ്ഥിരമായിട്ട് നടക്കുന്ന കാര്യമാണ്. ഒരു ആനയുമായിട്ട് കാട്ടാനയുമായിട്ട് വളരെ അടുത്ത് എത്തുക എന്നുള്ളത് വിരളമായി സംഭവിക്കുന്ന കാര്യമല്ല, അത് ഇടയ്ക്കിടയ്ക്ക് നടക്കുന്ന ഒരു കാര്യമാണ്. ക്യാൻ ബി ആൻ അൺനർവിങ് എക്സ്പീരിയൻസ്, അത് പക്ഷേ എന്താണ്, ഒരു പേടിപ്പിക്കുന്ന അനുഭവമായിരിക്കും. അല്ലേ, ഒരു കാട്ടാന, ചങ്ങലയൊന്നുമില്ല, പാപ്പാനൊന്നുമില്ല, ആനയ്ക്ക് തോന്നിയ പോലെ നടക്കുന്ന ഒരു സ്ഥലമായിരിക്കും കാട്. അവിടെ എന്താണ്, അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ആനയുടെ അടുത്ത് എത്തുക എന്ന് പറഞ്ഞത് അൺനർവിങ് എക്സ്പീരിയൻസ് ആയിരിക്കും, പേടിപ്പിക്കുന്ന എക്സ്പീരിയൻസ് ആയിരിക്കും. അല്ലേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഉത്സവത്തിന് തന്നെ ആന വന്നിട്ട് ഇടഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ പരിസരത്ത് നിൽക്കുമോ? കിട്ടിയ പറമ്പ് വഴി നമ്മൾ ഓടില്ലേ? അതേ കണക്ക് നിങ്ങളൊന്ന് കാട്ടിൽ കുടുങ്ങുന്ന ആലോചിച്ച് നോക്കിയേ. കാട്ടാനകൾ വന്നിട്ട് ഏത് നിമിഷവും നമ്മൾ ആക്രമിക്കുന്നുള്ളൊരു സിറ്റുവേഷൻ വരുന്നു. ആ ഒരു ഘട്ടത്തിൽ നമ്മൾ ജീവനും കൊണ്ടോടും. ഇതൊക്കെ റെഗുലറായിട്ട് ഇടയ്ക്കിടയ്ക്ക് കേരളത്തിലെയും കർണാടകത്തിലെയും വനത്തിൽ നടക്കുന്ന കാര്യമാണ്. ഇൻഫാക്ട് യഥാർത്ഥത്തിൽ ദർ ഇസ് ലിറ്റിൽ ഡേഞ്ചർ ഫ്രം എ വൈൽഡ് എലഫന്റ് അൺലെസ്, ഒരു കാട്ടാനയിൽ നിന്നും അപകടങ്ങൾ എന്നുള്ളത് വളരെ കുറവാണ്. പക്ഷേ ഇറ്റ് ഈസ് ഹാപ്പൻസ് ടു ബി എ റോഗ്, അതൊരു ഒറ്റയാനാണെങ്കിൽ ഓർ എ ഫീമെയിൽ വിത്ത് എ സ്മോൾ കഫ്, കുട്ടിയാനയുള്ള ഒരു അമ്മയാനയാണെങ്കിൽ അത് രണ്ടും അത്ര ലിറ്റിൽ ഡേഞ്ചർ അല്ല, നല്ല ഡേഞ്ചർ തന്നെ ആയിരിക്കും. ഓക്കെ, ഒരു കാട്ടാനയെ കൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല, പക്ഷേ അതൊരു ഒറ്റയാനോ കുട്ടി കൂടെയുള്ള തള്ളയാനോ ആണെങ്കിൽ അപകടം കുറച്ച് കൂടുതലാണെന്നാണ് പറയുന്നത്. അല്ലേ, ഇതൊക്കെ നോക്കണം നിങ്ങൾ, ഇപ്പം എഴുതിയിട്ടുള്ള കാര്യങ്ങളല്ല. ഇപ്പം നിങ്ങൾക്ക് ഒരുപാട് മെത്തേഡുകൾ ഇൻ്റർനെറ്റ് ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ കാട്ടാനയുടെ ആക്രമണമൊക്കെ നമുക്ക് വീഡിയോയിൽ കിട്ടും. പക്ഷേ ഇയാൾ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ തേടിപ്പിടിച്ച് കണ്ടെത്തിയ കാര്യങ്ങളാണ്. അപ്പം അന്നേ ഇയാൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ്, സലീം അലിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പുസ്തകത്തിൽ രചിച്ചു വെച്ചിരിക്കുന്നത്. My journey by the romantic Cochin Forest Tramway was in February 1946. എൻ്റെ യാത്ര ഇവിടെ കൊച്ചിൻ ഫോറസ്റ്റ് ട്രാംവേ എന്ന് പറഞ്ഞുകൊണ്ട് പണ്ട് വനങ്ങളുടെ ഉള്ളിൽ കൂടെ ഒരു ട്രാംവേ ഉണ്ടായിരുന്നു. ട്രാംവേ എന്ന് വെച്ചാൽ ഈ മരങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വനങ്ങളുടെ ഉള്ളിൽ കൂടെ റെയിൽ പോലെ കെട്ടുമായിരുന്നു. അത് പണ്ട് കൊച്ചിൻ ഫോറസ്റ്റ് ട്രാംവേയിൽ ഉണ്ടായിരുന്നു. 1946 ഒരു സംഭവം നടക്കുന്നത്, ഫെബ്രുവരിയിൽ. ഷോർട്ട്ലി ബിഫോർ ഇറ്റ് വാസ് ഡിസ്മാന്റിൽ, ഈ ഒരു സാധനം പൊളിക്കുന്നതിൻ്റെ കുറച്ച് മുൻപ്, ടു മേക്ക് വേ ഫോർ ദ ജൈജാൻറ്റിക് പറമ്പിക്കുളം ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റ്. പറമ്പിക്കുളത്തെ
ജലവൈദ്യുത പദ്ധതിക്ക് വേണ്ടി ഇതൊക്കെ പൊളിക്കുന്നതിന് കുറച്ച് മുമ്പ് നടന്നിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ദ ഹ്യൂജ് ഡാം ആൻഡ് റിസർവയർ, ഈ വലിയൊരു അണക്കെട്ടും റിസർവോയർ ജലസംഭരണിയും ഹാസ് നൗ കംപ്ലീറ്റ്ലി സബ്മർജ്ഡ് പറമ്പിക്കുളം. പറമ്പിക്കുളത്തെ പൂർണ്ണമായിട്ടും വെള്ളത്തിൻ്റെ അടിയിലാക്കി. ആൻഡ് ഓൾ ദ ലവ്ലി കൺട്രി അറൗണ്ട് ഇറ്റ്, അതിന് ചുറ്റുമുള്ള സ്ഥലങ്ങൾ, അതും ഇങ്ങനെ ഭയങ്കര മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളിൽ കൂടെ വെള്ളത്തിൻ്റെ അടിയിലാക്കി. വി റീച്ച്ഡ് പറമ്പിക്കുളം ജസ്റ്റ് ആസ് ഇറ്റ് വാസ് ഗെറ്റിംഗ് ഡാർക്ക്. കുറച്ച് നേരം ഇരുട്ടുന്ന സമയമാകുന്ന സമയത്താണ് ഞങ്ങൾ പറമ്പിക്കുളത്തെത്തുന്നത്. അപ്പോൾ ഒരു അനുഭവം നമ്മളോട് വിവരിക്കാൻ പോവാണ്. പണ്ട് പറമ്പിക്കുളം നമ്മുടെ നാട്ടിലാണ് വരുന്നത്, സാലിം അലി. അപ്പം കേരളത്തിലൊക്കെ വന്ന് വിസിറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പം വരുന്ന സമയം എന്ന് പറയുന്നത് ഏകദേശം ഒരു രാത്രിയാണ്. ഒന്ന് ഇരുട്ട് മൂടുന്ന സമയത്ത് ഞങ്ങൾ പറമ്പിക്കുളത്തെത്തി. ഇൻ ദ വരാന്തയിൽ ഓഫ് ദ ഫോറസ്റ്റ് ബംഗ്ലാവിൻ്റെ ഐ ഫൗണ്ട് എ ലാർജ് ഗ്രൂപ്പ് ഓഫ് കാടാർ ആദിവാസീസ്. ഒരു വലിയ കാടാർ ആദിവാസി കൂട്ടത്തെ ഞങ്ങൾ കണ്ടു. ഫോറസ്റ്റ് ബംഗ്ലാവിൻ്റെ ആ ഒരു വരാന്തയിലായിട്ട് കാടാർ വിഭാഗത്തിൽപ്പെടുന്ന ആദിവാസികളെ എല്ലാം ഞാൻ എൻ്റെ ഈ ഒരു ഫോറസ്റ്റ് ബംഗ്ലാവിൽ കണ്ടു. ആൻഡ് ഇൻ ദെയർ മിഡ്സ്റ്റ്, ഇവരുടെയൊക്കെ ഒത്ത നടുക്കായിക്കൊണ്ട് എ ബെയർ ഫൂട്ടഡ് ടോപ്ലെസ്, നഗ്നപാതനായിട്ടുള്ള ടോപ്ലെസ് യൂറോപ്യൻ മേൽ വസ്ത്രം ധരിക്കാത്ത ഒരു യൂറോപ്യൻ പുരുഷനെ കണ്ടു. ഇൻ ക്രംബിൾഡ് കാക്കി ഷോർട്ട്സ്, അദ്ദേഹം എങ്ങനെയാണ് ചുക്കിച്ചുളിഞ്ഞ, ക്രംബിൾ എന്ന് വെച്ചാൽ ചുക്കിച്ചുളിഞ്ഞ കാക്കി ഷോർട്ട്സ്, കാക്കി നിറമുള്ള ഷോർട്ട്സുകളാണ് അയാൾ ധരിച്ചിരുന്നത്. ഓക്കെ, സോ ഇവിടെ നോക്കിയാൽ ഡിസ്മാൻഡിൽ എന്ന് വെച്ചാൽ പൊളിച്ചു മാറ്റുക, റിസർവോയർ ജലസംഭരണി, യെസ് ഇവിടെ സബ്മേർജ് വെള്ളത്തിൽ മുങ്ങുക, മിഡ്സ്റ്റ് ഇടയ്ക്ക്, ആൻഡ് ക്രംബിൾ ചുളിഞ്ഞ. ഓക്കെ, ഇതൊക്കെ പുതിയ പുതിയ വാക്കുകളാണ്, പഠിച്ചു വെക്കുക. വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഇതൊക്കെ ഉപകാരപ്പെടും. അത് മാത്രമല്ലടോ, ഇംഗ്ലീഷൊക്കെ പഠിച്ചു കഴിഞ്ഞാണ്ടല്ലോ ലാംഗ്വേജൊക്കെ ഒന്ന് അടിപൊളിയാവും. ഇംഗ്ലീഷ് പറയാൻ പറ്റുക, നല്ല സ്റ്റൈലനായിട്ട് ഇംഗ്ലീഷ് പറയാൻ പറ്റുക എന്ന് പറഞ്ഞാലേ നമ്മുടെ ആത്മവിശ്വാസം എങ്ങനെ കൂടും. സോ നല്ല വൊക്കാബുലറി ഉണ്ടാക്കുക എന്നുള്ളത് ഇറ്റ്സ് എ ഗുഡ് ക്വാളിറ്റി. വി സൂൺ ഇൻട്രൊഡ്യൂസ് അവർ സെൽഫ്, ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ടു. ഹലോ, ഞാൻ സാലിം അലി. അപ്പോൾ മറ്റേ ആൾ അയാളുടെ പേരും പറയും. ഇങ്ങനെ നമ്മൾ പരിചയപ്പെടില്ലേ, അതിനെയാണ് ഇൻട്രൊഡ്യൂസ്ഡ് അവർ സെൽഫ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചത്. ഹി വാസ് എൻ ഓസ്ട്രിയൻ ആന്ത്രോപോളജിസ്റ്റ്, അദ്ദേഹം ഒരു ഓസ്ട്രിയക്കാരനായിട്ടുള്ള നരവംശാസ്ത്രജ്ഞനായിരുന്നു. അവിടെ പോയി ആന്ത്രോപോളജി എന്ന് വെച്ചാൽ നരവംശാസ്ത്രം, അതായത് മനുഷ്യനുണ്ടായതിനെക്കുറിച്ചും മനുഷ്യനിൽ വന്ന പരിണാമമായ മാറ്റങ്ങളെക്കുറിച്ചും പിന്നെ ആദിവാസി വിഭാഗത്തിനെക്കുറിച്ചും ഒക്കെ ഗവേഷണം നടത്തുന്ന ആളുകൾ, അതിനെക്കുറിച്ച് പഠനം നടത്തുന്നതിനെയാണ് ആന്ത്രോപോളജി എന്ന് പറയുന്നത്. അതിൽ ഗവേഷണം നടത്തുന്ന ആളുകൾ ആന്ത്രോപോളജിസ്റ്റുകൾ എന്നറിയപ്പെടുന്നു. അയാളുടെ പേര് ബാരോൺ ഒമർ റോൾഫ്. കിടിലം പേരല്ലേ, ബാരോൺ ഒമർ റോൾഫ് എന്നാണ് പറയുന്നത്. ഹി ക്ലെയിംഡ് ഓർണിത്തോളജി ടു ബി ഹിസ് സെക്കൻഡ് ലവ്. അയാൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഓർണിത്തോളജി, പക്ഷികളെക്കുറിച്ചുള്ള ഈ പഠനമുണ്ടല്ലോ, അത് അയാളുടെ പ്രിയപ്പെട്ട രണ്ടാമത്തെ ഇഷ്ടമാണ്. ആൻഡ് എക്സ്പ്രസ് ഗ്രേറ്റ് കീനെസ്, വളരെയധികം അതിതാല്പര്യം പ്രകടിപ്പിച്ചു. ഓൺ അക്കംപനിങ് മീ ദ നെക്സ്റ്റ് മോർണിംഗ്, പിറ്റേന്ന് രാവിലെ എൻ്റെ കൂടെ വരാൻ വേണ്ടിയിട്ട് വളരെയധികം താല്പര്യം കാണിച്ചു. സാലിം അലിയൊക്കെ പരിചയപ്പെട്ട സമയത്ത് പറഞ്ഞു, ഞാനൊരു പക്ഷി നിരീക്ഷകനാണ്, ഓർണിത്തോളജിസ്റ്റാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, ഓർണിത്തോളജി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സാലിം അലി പറഞ്ഞു, ഞാൻ നാളെ കുറച്ച് പക്ഷികളെയൊക്കെ കുറിച്ചൊക്കെ പഠിക്കാൻ പോകുന്നുണ്ട്, ഞാനും വരുന്നു നിങ്ങളുടെ കൂടെ എന്ന് വളരെ അതിതാല്പര്യത്തോടു കൂടി പറഞ്ഞു. എന്നിട്ടോ ലാൻഡ് ബൈ എ ഫോറസ്റ്റ് ഗാർഡ്, പിറ്റേന്ന് ഒരു ഫോറസ്റ്റ് ഗാർഡിൻ്റെ കൂടെ, വനപാലകൻ്റെ കൂടെ ഇങ്ങനെ പോവാണ്. വി വാസ് ടോക്കിംഗ് അലോങ് എ നാരോ ആനിമൽ ട്രെയിൽ. ഈ മൃഗങ്ങളൊക്കെ നടന്നു പോയി കഴിഞ്ഞാൽ അതിൻ്റെ കാൽപ്പാടുകൾ ഇങ്ങനെ വരും. അപ്പം അതിനെങ്ങനെ ട്രെയിൽസ് വെച്ച് പോകാന്ന് പറയും, എൻ്റെ പിന്നാലെ ഇങ്ങനെ പോവാണ്. വി വാസ് ടോക്കിംഗ് അലോങ്, ഞങ്ങളിങ്ങനെ വളരെ പതുക്കെ ഈ ഒരു കാൽപാടുകൾ അതിൻ്റെ പിന്നാലെയായിട്ട് ഇങ്ങനെ പമ്മി പോവുകയാണ്. ത്രൂ ഡെൻസ് ടോൾ ഗ്രാസ് ലാൻഡ്സ് എബവ് 5 feet ഹൈ. അങ്ങനെയാണ് വളരെ ഡെൻസ് ആയിട്ടുള്ള നിബിഡമായിട്ടുള്ള ടോൾ ഗ്രാസ് ലാൻഡ്, പുല്ലുകൾ നിറഞ്ഞിട്ടുള്ള, നല്ല പൊക്കമുള്ള പുല്ലുകൾ നിറഞ്ഞിട്ടുള്ള വനത്തിലൂടെയാണ് പോകുന്നത്. എബവ് 5 feet ഹൈറ്റ്, ഓരോ പുല്ലിനും ഏകദേശം 5 അടി പൊക്കമുണ്ട്. ദ റൈറ്റ് കൈൻഡ് ഓഫ് ഹാബിറ്റാറ്റ് ഫോർ ദ ബ്രോഡ് ടെയിൽ ഗ്രാസ് വാർബ്ലർ. ബ്രോഡ് ടെയിൽഡ് ഗ്രാസ് വാർബ്ലർ കണ്ടോ, ബ്രോഡ് ടെയിൽഡ് ഗ്രാസ് വാർബ്ലർ ഈ ഒരു പക്ഷിക്ക് താമസിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലമാണിത്. ഇത്രയും തിങ്ങി നിറഞ്ഞിട്ടുള്ള വനത്തിലൂടെ പോകുമ്പോൾ അയാൾക്ക് മനസ്സിലായി ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്, ഈ പക്ഷിയുണ്ടല്ലോ, ഇതിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്ക്, ഹാബിറ്റാറ്റിന് ഏറ്റവും യോജിച്ച സ്ഥലമാണ്, ഫിറ്റിംഗ് പ്ലേസ് ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം നോക്കി, ഈ പക്ഷി നിരീക്ഷകർ,
ഓർണിത്തോളജിസ്റ്റുകളൊക്കെ പക്ഷികളെക്കുറിച്ച് വിവരിക്കുന്ന സമയത്ത് അതിൻ്റെ ഹാബിറ്റായിട്ട് ഇവിടെ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾ അടുത്ത തവണ വനത്തിൽ പോകുന്ന സമയത്ത്, കാട്ടിൽ പോകുന്ന സമയത്ത്, നിങ്ങൾ തോൽപ്പെട്ടിയോ പിന്നെ എവിടേക്കായുള്ള മുത്തങ്ങയിലൊക്കെ പോകുന്ന സമയത്ത് കാട്ടിൽ സഫാരിക്കും, ജീപ്പ് സഫാരി. അപ്പോൾ നമുക്ക് ഇങ്ങനെ മൃഗങ്ങളെ കാണാൻ പറ്റും. എനിക്ക് അങ്ങനെ ഭാഗ്യമൊന്നും ഉണ്ടായിട്ടില്ല. ആകെ ഒരു കടുവയെ കണ്ടു, അത് അകലെ ഇങ്ങനെ അതിൻ്റെ പിന്നാമ്പുറം കാണിച്ച് പോകുന്നു. ബാക്കി ഒരു സാധനത്തിന് ഞാൻ കണ്ടിട്ടില്ല കാട്ടിൽ പോയിട്ട്. ഒരു ആനയൊക്കെ കാണണമെങ്കിൽ ഉത്സവത്തിന് വരേണ്ട അവസ്ഥയായി. അപ്പോൾ നിങ്ങൾ പോകുന്ന സമയത്ത് ഇതുപോലെ നല്ല പൊക്കമുള്ള പുല്ലുകളും അതിങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുന്ന കാടാണെങ്കിൽ മനസ്സിലാക്കുക, ബ്രോഡ് ടെയിൽ ഗ്രാസ് വാർബ്ലർ എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഈ പക്ഷിക്ക് ജീവിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലമാണിത്. നിങ്ങൾ എത്ര പേരിങ്ങനെ സഫാരിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്? ഓക്കെ, കമൻറ്റ് ബോക്സിൽ പെട്ടെന്ന് തന്നെ അവസാനം അറിയിക്കണം. എന്താ പറയുക, ഞാനൊരു ഇത് പറഞ്ഞുതരാം. നിങ്ങൾ ട്രക്കിങ്ങോ അല്ലെങ്കിൽ വനത്തിലൂടെയുള്ള യാത്രയോ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ, അത് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ബ്ലൂ ഹാർട്ട്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. നോക്കും, എല്ലാം സാറ് നോക്കും. അപ്പോൾ ടേണിങ് എ ബെൻഡ്, അപ്പോൾ ഇവരിങ്ങനെ പോവാണ്. ആ കാട്ടിലൂടെ പോകുന്ന സമയത്ത് ടേണിങ് എ ബെൻഡ്, ഒരു വളവ് തിരിഞ്ഞ സമയത്ത്, ഇൻ ദ പാത്ത്, വഴിയിൽ ഒരു വളവ് തിരിഞ്ഞ സമയത്ത്, ദ ഫോറസ്റ്റ് ഗാർഡ് സഡൻലി ഡക്ഡ്, അയാൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ താറാവ് നടക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ പമ്മി നടന്നു. എക്സൈറ്റഡ്ലി പോയിൻറ്റിങ് ഫ്രണ്ട്, എന്നിട്ട് മുന്നോട്ടിങ്ങനെ ആവേശത്തോടുകൂടി കൈ ചൂണ്ടി കാണിച്ചു തന്നു. ഐ ജസ്റ്റ് ഗ്ലിംസ് ദ ഹെഡ് ഓഫ് എ ടസ്കർ, ഞാനൊരു കൊമ്പൻ ആനയുടെ, ടസ്കർ എന്ന് വെച്ചാൽ കൊമ്പൻ ആനയെ പറയുന്ന ടസ്കർ. നമ്മുടെയൊക്കെ നാട്ടിൽ ഏറ്റവും കൂടുതലുള്ള വന്യജീവികളിലൊന്നാണ് കൊമ്പൻ ആന. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് മലയാളികൾക്ക് ഒരു IPL ടീം പണ്ടുണ്ടായിരുന്നു, കൊച്ചി ടസ്കേഴ്സ് കേരള എന്നൊക്കെ പറഞ്ഞിട്ട്. ടസ്കർ എന്ന് വെച്ചാൽ കൊമ്പൻ ആനയാണ്. ആ പേര് തന്നെ കേൾക്കുമ്പോൾ നല്ലൊരു പവർ ഉണ്ടല്ലേ, ടസ്കർ. അപ്പോൾ ഒരു കൊമ്പൻ ആന ഉണ്ട് നേരെ മുന്നിൽ, സ്ട്രൈഡിങ് ഡൗൺ ദ സെയിം പാത്ത് ഫ്രം ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഞങ്ങളുടെ എതിർ ദിശയിൽ നിന്നും വലിയൊരു ആന നടത്തം, അതായത് ഇങ്ങനെ കാലൊക്കെ വെച്ച് ഇങ്ങനെ കവച്ച് വെച്ച് ആന ഇങ്ങനെ നടന്നു വരികയാണ്. ഞാനത് ഗ്ലിംസ് ചെയ്തു, ഒരൊറ്റ നോട്ടം കണ്ടു. ആൻഡ് ടേൺഡ് ടു ഫ്ലീ ആസ് ഫാസ്റ്റ് ആസ് ഐ കുഡ്. ഞാനിത് കണ്ടതും ഞാൻ ഒരൊറ്റ തിരിയൽ തിരിഞ്ഞ് ഒരൊറ്റ ഓട്ടം ഓടി, ആസ് ഫാസ്റ്റ് ആസ് ഐ കുഡ്. എന്നെ കൊണ്ട് പറ്റാവുന്നതിൻ്റെ അങ്ങേയറ്റത്തെ സ്പീഡിൽ, എന്നെ കൊണ്ട് പറ്റുന്ന ആവതിയിൽ ഞാൻ ഈ ആനയെ കണ്ടപ്പോൾ പേടിച്ച് തിരിഞ്ഞോടി. മോഷനിങ് ടു ഓമർ, ഓടുനോട്ടത്തിൽ ഞാൻ തിരിഞ്ഞ് ഓമറിനെ നോക്കി. നമ്മുടെ ഓമർ ഉണ്ടല്ലോ, ദാ ബാരോൺ ഒമർ റോൾഫ്, അയാൾ ഇനി ഒമർ എന്നറിയപ്പെടുന്നു. ഓടുനോട്ടത്തിൽ ഒമറിനെ നോക്കി. ഹു വാസ് 10 yards ബിഹൈൻഡ് മീ. ഇത് കണ്ടപ്പം തന്നെ, ഈ ഓട്ടം കണ്ടപ്പം തന്നെ ഒമറും ഓടുകയാണ്, ഞാനും അവനിപ്പോൾ ഒരു 10 yards വ്യത്യാസത്തിൽ, എൻ്റെ പിറകിലായിട്ടൊരു 10 yards അകലെയായിട്ടാണ്. ഒരു യാർഡ് എന്ന് പറയുമ്പോൾ 3 അടിയാണ്. സോ 10 yards അകലെയായിട്ട് ഇവൻ ഇങ്ങനെ ഓടി വരിക. ടു ഡു ലൈക്ക് വൈസ്, ഇതുപോലെ ഓടി വരികയാണ്. ഓക്കെ, നമ്മളല്ലേ പ്രേമ പതിയെ പോടാ, എനിക്ക് ഈ ദേശത്തെ വഴി അറിയില്ല, ആ സെയിം സിറ്റുവേഷൻ. ഒരുത്തൻ കടന്ന് മരണവെപ്രാളത്തിൽ ഓടലാ ഓട്ടം, അതിൻ്റെ പുറകിലായിട്ട് മറ്റവന് ജീവനും കൊണ്ട് ഓടി വരുന്നു. ഐ ഹാവ് നോട്ട് സീൻ എനിവൺ റിയാക്ട് മോർ ക്വിക്ക്ലി. ഇതിലും കൂടുതലായിട്ട് പ്രതികരിക്കുന്ന, അല്ലെങ്കിൽ പെട്ടെന്നൊരു സിറ്റുവേഷൻ സമയത്ത് തിരിഞ്ഞു ഓടുന്ന വേറെ ആരെയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഹി സ്പൺ റൗണ്ട് വിത്ത് ദ എഗിലിറ്റി ഓഫ് എ ക്യാറ്റ്. അയാൾ പെട്ടെന്ന് തന്നെ ഒരു സ്പിന്നിൻ്റെ പാസ്റ്റാണ്, സ്പൺ റൗണ്ട്, തിരിഞ്ഞുകൊണ്ട് വിത്ത് ദ എഗിലിറ്റി ഓഫ് എ ക്യാറ്റ്, ഒരു പൂച്ചയുടെ ജാഗ്രതയോടുകൂടി. പൂച്ച എങ്ങനെയല്ലേ, പെട്ടെന്ന് എന്ത് ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യും, വളരെ റിഫ്ലെക്സ് കൂടുതലാണ്, രോമൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിർത്തും പൂച്ച പേടിച്ചിട്ട്. അത്രയും ഒരു ജാഗ്രതയോടുകൂടി, പൂച്ചയുടെ ജാഗ്രതയോടുകൂടി. ആൻഡ് സ്പ്രിൻറ്റഡ് ആസ് ഫാസ്റ്റ് ഹിസ് ലെഗ്സ് കുഡ് ക്യാരി ഹിം. അവൻ്റെ കാലുകൾക്ക് അവനെ താങ്ങി എത്ര ദൂരം ഓടാൻ പറ്റുമോ അത്രയും ദൂരത്തിൽ വളരെ സ്പീഡ്. സ്പ്രിൻ്റ് എന്ന് വെച്ചാൽ ജീവനും കൊണ്ട് ഓടുക, അങ്ങനെ മരണവെപ്രാളത്തിൽ മേൽ കീഴ് നോക്കാതെ ഓടുന്നതിനാണ് സ്പ്രിൻ്റ് എന്ന് പറയുന്നത്. ലുക്കിംഗ് നൈദർ ടു റൈറ്റ് നോർ ലെഫ്റ്റ്, ഇടമോ വലമോ നോക്കാതെ ജീവനും കൊണ്ടോടുകയായിരുന്നു. ഹി സൂൺ ഔട്ട് ഡിസ്റ്റൻസ് മീ, അവൻ എന്നെ മറികടന്നു പോയി. ബൈ 100 yards, ഇപ്പോൾ ഓടി ഏകദേശം 100 yard അകലെയാണ്, എന്നെ മറികടന്ന് 100 yard അകലെ അവനെത്തി. ആൻഡ് ഇറ്റ് ലുക്ക്ഡ് ആസ് ഹി വുഡ് നെവർ സ്റ്റോപ്പ് റണ്ണിങ്. അവൻ്റെ ഓട്ടം നിർത്തില്ല എന്ന പോലെയാണ് അവൻ്റെ ഓട്ടം കണ്ടാൽ എനിക്ക് തോന്നിയത്. അമ്മാതിരി ഓട്ടമാണ് ഓടുന്നത്, ഒറ്റ തിരിച്ചിലേ തിരിഞ്ഞുള്ളൂ, ഒരൊറ്റ ഓട്ടമാണ് പിന്നെ അവിടെ കാണുന്നത്. ഹി ഡിഡ് സോ ഫൈനലി അനദർ 100 yards ഫർദർ. അവൻ പിന്നെയും ഓടി ഒരു 100 yard അകലെ ഓടി അവൻ്റെ ഓട്ടം നിർത്തി. ആൻഡ് ഇറ്റ് വാസ് ഓൺലി വെൻ ഐ ഗോട്ട് അപ് ടു ഹിം. അതിനുശേഷം മാത്രമേ എനിക്ക് അവൻ്റെ അടുത്ത് എത്തിച്ചേരാൻ സാധിച്ചിരുന്നുള്ളൂ. അതായത് ഒരുപാട് ദൂരം ഓടി, ഇവനെയും മറികടന്ന് ഓടി അങ്ങ് അകലെ എത്തി. ഹോട്ട് ആൻഡ് പാൻഡിങ് ദാറ്റ് ബ്രെത്ത്ലെസ്ലി വിസ്പേർഡ്. അപ്പോൾ ഓടിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ആകെ
പെട്ടെന്ന് ചൂടാവും അല്ലേ, നമ്മുടെ ശരീരത്തിൽ മെറ്റബോളിസമൊക്കെ പെട്ടെന്ന് സംഭവിക്കുന്നു, നമ്മുടെ മസിൽസൊക്കെ പെട്ടെന്ന് തന്നെ എന്താണ് ചൂടായി മാറുന്നു. ആ സമയം അങ്ങനെ വെട്ടി ചൂടായി നിൽക്കുന്ന സമയത്ത് ആൻഡ് പാൻറ്റിങ് കിതയ്ക്കുന്ന സമയത്ത് ദാറ്റ് വാസ് ബ്രെത്ത്ലെസ്ലി വിസ്പേർഡ്, ശ്വാസം കിട്ടാതെ എന്നിങ്ങനെ പറഞ്ഞിട്ട് വിസ്പർ ചെയ്തു, മന്ത്രിച്ചു, ചെവിയിൽ പറഞ്ഞു എന്താ വാട്ട് വാസ് ഇറ്റ്, അതെന്തായിരുന്നു എന്ന്. അപ്പോൾ ഈ പറഞ്ഞ ഒമർ ഉണ്ടല്ലോ, ജീവനും കൊണ്ട് ഓടിയ ഒമർ, ഇയാളിതൊന്നും കണ്ടിട്ടില്ല. അത് ആനയാണോ പോത്താണോ ജീറാഫാണോ എന്നൊന്നും, കുരങ്ങനാണോ എന്ന് പോലും ഇയാൾക്ക് മനസ്സിലായിട്ടില്ല. ഇയാൾ ഒരൊറ്റ ഓട്ടോടി ജീവനും കൊണ്ടോടി ഓടി കുറേ അകലെ എത്തിയിട്ടാണ് ചോദിക്കുന്നത് അതെന്തായിരുന്നു എന്ന്. എന്നിട്ടോ it was an amusing incident of which I am always reminded whenever I see a wild tusker looking at me. പിന്നെ ഏത് കാട്ടാന എന്നെ നോക്കുന്ന സമയത്തും ഞാൻ ഓർക്കുന്ന ഒരു അമ്യൂസിങ് ഇൻസിഡൻറ്റ്, വളരെ ചിരി വരുന്ന അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് ഓർത്തിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു അമ്യൂസിങ് ആയിട്ടുള്ള ഇൻസിഡൻ്റ് ആയി മാറി പിന്നീട് ഇത്. ഞാൻ എപ്പോഴും പിന്നെ ഒരു കാട്ടാനേനെ കാണുമ്പം ഈ കാര്യം ഓർക്കാറുണ്ട്. In this case of poor elephant, ഈ പാവം ആനയുടെ കാര്യത്തിലാണെങ്കിലോ ഹാഡ് പെർഹാപ്സ് നെവർ നോട്ടീസ്ഡ് അവർ പ്രസൻസ്, ഈ ആന ഞങ്ങളുടെ സാന്നിധ്യമൊന്നും നോട്ടീസ് ചെയ്തിട്ട് കൂടല്ല, ശ്രദ്ധിച്ചിട്ട് കൂടല്ല. ഇങ്ങനെ മൂന്നാൾക്കാർ ഈ കാട്ടിലുണ്ടായിരുന്നു, ആന മൈൻഡ് പോലും ചെയ്തില്ലായിരുന്നു. ഹി വീഡ് എവേ ഇൻ ടു ദ ഗ്രാസ്, അത് ഗതി തിരിഞ്ഞു പോയിരുന്നു, വഴി മാറിപ്പോയിരുന്നു. ഇൻ ടു ദ ഗ്രാസ്, അതിൻ്റെ വഴിക്ക് ഒറ്റ സെക്കൻഡ് മക്കളെ, ചെറിയ എന്തോ ടെക്നിക്കൽ ഇഷ്യൂ ആയിരുന്നു, സോൾവ് ചെയ്തു, പേടിക്കണ്ട. ആനയുടെ പാട്ടിന് പോയി, വളവ് തിരിയുന്നതിന് മുമ്പേ പോയി പറഞ്ഞു. അപ്പം ആദ്യത്തെ ഇൻസിഡൻറ്റ് പറഞ്ഞു കഴിഞ്ഞു, ആനയും 2-3 ആൾക്കാരും കൂടെ ഉണ്ടായിട്ടുള്ളൊരു അനുഭവമാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത കാര്യം നോക്കിയാലോ നമുക്ക്. ഓർണിത്തോളജി മേ സംടൈംസ് എൻറ്റെയിൽ ഹസാർഡ്സ് ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ്, പല തരത്തിലുള്ള ആപത്തുകൾ ഓർണിത്തോളജിയുടെ കൂടെ വരാറുണ്ട്. ഐ റിക്കോൾ വൺ പർട്ടിക്കുലർലി ഹെയർ റേസിംഗ് ഇൻസിഡൻറ്റ്, വളരെ രോമമൊക്കെ എഴുന്നേൽപ്പിച്ച് നിർത്തുന്ന, വളരെ ഭീതി ജനിപ്പിക്കുന്ന ഒരു ഇൻസിഡൻറ്റ് ഞാൻ ഓർത്തു നോക്കുന്നു. അലോങ് ദ ഹിമാലയൻ ട്രെയിൽ, ഹിമാലയൻ യാത്രയുടെ സമയത്ത് ഫ്രം ആൽമോറ ടു ദ ലിപ്പു ലേക്ക് പാസ്, ആൽമോറയിൽ നിന്നും ലിപ്പു ലേക്ക് വഴി യാത്രയിൽ ഓൺ മൈ വേ ടു ലേക്ക് മാനസ് സരോവർ ആൻഡ് ദ മൗണ്ട് കൈലാസ് ഇൻ 1945. ലേക്ക് മാനസ സരോവർ മുതൽ മൗണ്ട് കൈലാസ് വരെ ഞാൻ നടത്തിയ 1945 യാത്രയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അപ്പം ആ ഒരു ടൈമിൽ നടന്ന ഒരു ഇൻസിഡൻ്റ് ആണ്, വളരെ പേടിപ്പെടുത്തുന്ന ഇൻസിഡൻറ്റ്. അതെന്താ നമുക്ക് നോക്കാം. ഇറ്റ് വാസ് അറ്റ് എ പർട്ടിക്കുലർലി നാരോ പാർട്ട് ഓഫ് ദ ട്രെയിൽ, വഴിയുടെ ഏറ്റവും വീതി കുറഞ്ഞ, നാരോ എന്ന് വെച്ചാൽ ഇടുങ്ങിയ പാതയിലാണ് ഞാനുള്ളത്. വിത്ത് 1000 feet ഓഫ് വെർട്ടിക്കൽ സ്കാർപ്പ്, അതായത് ഏകദേശം 1000 feet 1000 അടിയുള്ള കുത്തനെയുള്ള വെർട്ടിക്കൽ സ്കാർപ്പ് ഒരു സൈഡിലുണ്ട്, കുത്തനെയുള്ള ഒരു ചെങ്കുത്തായ മലയുണ്ട് ഓൺ വൺ സൈഡ്. ആൻഡ് ദ റോറിങ് കാളി റിവർ, വളരെ ചടുലമായിട്ടൊഴുകുന്ന, ഇങ്ങനെ കുത്തി മറിഞ്ഞ് കളകളാന്നൊഴുകുന്ന കാളി നദി സം 300 feet വെർട്ടിക്കലി ഡൗൺ ദ അതർ, അപ്പുറത്തെ സൈഡിൽ ഏകദേശം 300 അടി താഴെയായിട്ടാണ് കാളി റിവർ ഒഴുകുന്നത്. ദ പോട്ടേഴ്സ് പിച്ച് ദ ടെൻറ്റ്, അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പോട്ടർ ഉണ്ടല്ലോ, ഈ ചുമടൊക്കെ താങ്ങിപ്പോണ ആൾക്കാർ, അവരെൻ്റെ ടെൻറ്റ് അവിടെ അടിച്ചു. എന്നിട്ടോ ദോ ഐ ഹാഡ് വാക്ക്ഡ് അഹെഡ് ഓഫ് ദം, പക്ഷെ ഞാൻ അതും കടന്ന്, ആ ടെൻറ്റും കടന്ന് കുറച്ചുകൂടെ മുന്നിലോട്ട് പോയിരുന്നു. ജസ്റ്റ് അറ്റ് ദാറ്റ് മൊമെൻറ്റ് എ ടൈനി ബേർഡ്, ഈ ഒരു നിമിഷം ഒരു കുഞ്ഞു പക്ഷി വന്നു. ഹൗ വെൽ ഐ റിമെമ്പർ ദാറ്റ് യെല്ലോ നേപ്ഡ് യൂഹിന. ഈ പക്ഷീനെയാണ് കണ്ടത്, അതിനെ ഞാൻ ഓർക്കുന്നു. അതിൻ്റെ പേരെന്താ അറിയോ? യെല്ലോ നേപ്ഡ് യൂഹിന. ആ പക്ഷി വർഗത്തിൻ്റെ പേരാണ് യെല്ലോ നേപ്ഡ് യൂഹിന. നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന, സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നല്ല ഭംഗിയുള്ള ഈ ഒരു പസ്സിനെയാണ് യെല്ലോ നേപ്ഡ് യൂഹിന എന്ന് പറയുന്നത്. ഗോഡ് അപ്പ് ടു ദ ടോപ്പ് ഓഫ് എ ബുഷ്, ഒരു ബുഷിൻ്റെ മുകളിലേക്കായിട്ട് ഇത് പറന്നു വന്നു. സം യാർഡ്സ് എവേ ഓൺ ദ ഫ്ലാങ്കിങ് ഹിൽ സൈഡ്, ആ വലിയ മലയുടെ കുറച്ചകലെയായിട്ടാണ് ഇത് വന്ന് ഇങ്ങനെ ചിറകടിച്ചുകൊണ്ട് നിൽക്കുന്നത്. സലീം അലിയിലെ ആൾ ഒരു ബൈനോക്കുലർ കൈ കിട്ടിക്കഴിഞ്ഞാൽ, ശരിക്കും ഞാനൊരു ബൈനോക്കുലറൊക്കെ ആയിട്ട് വരണ്ടായിരുന്നു അല്ലേ, എന്നിട്ട് അതിനകത്തൂടെ നോക്കിയിട്ട് ക്ലാസ് എടുക്കണ്ടായിരുന്നു, അപ്പോഴേ അതിൻ്റെ ഒരു ഹരം കിട്ടുള്ളൂ. അപ്പോൾ ബൈനോക്കുലറൊക്കെ എടുത്ത് ഇയാളിപ്പോൾ പക്ഷി എന്ന് വെച്ചാൽ അത്രയധികം ഇഷ്ടമാണ് സലീം അലിക്ക്. ജസ്റ്റ് ആസ് ഐ ഗോട്ട് ഇൻ ദ ഫീൽഡ് ഓഫ് മൈ ഗ്ലാസസ്, ഞാൻ എൻ്റെ ഗ്ലാസസും വെച്ച് നേരെ ഇതിൻ്റെ കൂടെ വന്ന സമയത്ത്, ഐ ഗോട്ട് ഇറ്റ് ഇൻ ദ ഫീൽഡ് ഓഫ് മൈ ഗ്ലാസസ്, എൻ്റെ ഗ്ലാസ്സിൽ ഇത് കിട്ടിയ സമയത്ത് ഇറ്റ് ഹോംഡ് എ ബിറ്റ് ഫർദർ അപ്പ്, അതെന്ത് ചെയ്തു, കുറച്ചുകൂടെ അങ്ങ് ചാടിപ്പോയി. ഈ പക്ഷികൾ ചാടിപ്പോവും, അതിങ്ങനെ ഹോപ്പ് ചെയ്തു പോകും, ഒന്ന് സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്ത് ഇങ്ങനെ ചാടി പോവില്ലേ, അതിനെയാണ് ഹോപ്പ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഹോപ്ഡ് എ ബിറ്റ് ഫർദർ അപ്പ്, കുറച്ചുകൂടെ അങ്ങോട്ട് പോയി. സോ ടു ഗെറ്റ് എ ബെറ്റർ വ്യൂ,
കുറച്ചും കൂടെ നന്നായിട്ട് ഇതിനെ ബൈനോക്കുലറിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഐ ടുക്ക് എ സ്റ്റെപ്പ് ബാക്ക്. ഞാനൊരു അടി പുറകോട്ട് വെച്ച് ഈ പക്ഷി എന്ന രീതിയിൽ ഒന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ട്. എൻറ്റയർലി അൺമൈൻഡ്ഫുൾ, ഞാൻ ശ്രദ്ധിക്കുന്നേയില്ല, ഞാൻ ഔട്ട് ഓഫ് മൈൻഡാണ്. എൻറ്റയർലി അൺമൈൻഡ്ഫുൾ ഓഫ് വേർ ഐ വാസ് സ്റ്റാൻഡിങ്, എവിടെയാണ് നിൽക്കുന്നത് എന്നതിനെക്കുറിച്ച് യാതൊരു ബോധവും എനിക്കുണ്ടായിരുന്നില്ല. വിത്ത് മൈ ബാക്ക് ടു ദ അബൈസ്, ബാക്ക് ടു ദ അബൈസ്, അതായത് എൻ്റെ താഴെ അടി കാണാത്ത അത്ര ആഴമാണുള്ളത്. ഞാനത് ശ്രദ്ധിക്കാതെ ഇങ്ങനെ നോക്കുകയാണ്. ആസ് ഐ ഡിഡ് സോ, ഞാൻ അങ്ങനെ ചെയ്ത സമയത്ത് ഐ ഫെൽറ്റ് എ സ്മോൾ പെബിൾ, എനിക്ക് തോന്നി എന്ത്, എ സ്മോൾ പെബിൾ, ഒരു ചെറിയ കല്ല്, ഉരുളം കല്ല്, ഫ്രം അണ്ടർ മൈ ഹീൽ, എൻ്റെ കാലിൻ്റെ ഹീലിൻ്റെ അടിയിൽ നിന്നും താഴോട്ട് പോകുന്നത്. ആൻഡ് ഹേർഡ് എ ഫെയിൻറ്റ് കണ്ടിന്യൂയിങ് ക്ലാറ്റർ ആസ് ഇറ്റ് വെന്റ് റോളിംഗ് ഡൗൺ ദ ഹിൽ. ആ കല്ല് ഉരുണ്ടുരുണ്ട് താഴേക്ക് പോകുന്നതിൻ്റെ ആ കിടുകിടുകിടുകിടാന്നുള്ള സൗണ്ട് കുറഞ്ഞു വരുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അല്ലേ, കല്ലൊക്കെ എടുത്ത് താഴോട്ടുന്ന സമയത്ത് ആദ്യം ഡം 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 ഇങ്ങനെ കൂടുതൽ നിന്നും കുറഞ്ഞു പോകില്ലേ, അങ്ങനെ. അതാണ് ഇവിടെ ഫെയിൻറ്റ് കണ്ടിന്യൂയിങ്, ഇങ്ങനെ കുറഞ്ഞു പോകുന്ന സൗണ്ട്. ക്ലാറ്റർ എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ കല്ലൊക്കെ ഉരുണ്ട് പോകുന്ന ചടപടാന്നുള്ള സൗണ്ട്, കടപടാന്നുള്ള, അതിനെയാണ് പറയുന്നത് ക്ലാറ്റർ എന്ന്. ഓക്കെ, അത് ഞാൻ ശ്രദ്ധിച്ചു. സ്റ്റിൽ അൺമൈൻഡ്ഫുൾ ഓഫ് എനിത്തിങ് അൺടുവേർഡ്, വരാൻ പോകുന്നത് എന്താണെന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് യാതൊരു ബോധവും ഉണ്ടായിരുന്നില്ല. ഐ കാഷ്വലി ലുക്ക്ഡ് ബാക്ക് ഓവർ മൈ ഷോൾഡർ, ഞാൻ എൻ്റെ ഷോൾഡറിൻ്റെ പിറകിലൂടെ, ഇങ്ങനെയാണ് നിൽക്കുന്നത് വെച്ചാൽ കല്ല് പോയിട്ടുണ്ട്, ഞാൻ എൻ്റെ ഷോൾഡറിൻ്റെ പിറകിലൂടെ ഇങ്ങനെ നോക്കി, ഇങ്ങനെ എന്താ ഒരു സൗണ്ട് കേട്ടല്ലോ എന്ന് വെച്ചാൽ ഇങ്ങനെ നോക്കി. അതാണ് പറയുന്നത്, ഷോൾഡറിൻ്റെ പിറകിലൂടെ നോക്കി. What I saw literally made my hair stand on end. ഞാൻ കണ്ട കാഴ്ച ശരിക്കും എൻ്റെ രോമങ്ങളെ പിടിച്ചെണീപ്പിച്ച് നിർത്തി. അതായത് രോമൊക്കെ എണീറ്റ് പോകുന്ന അതിഭീകരമായൊരു കാഴ്ച. ഇൻ എ ഫ്ലാഷ്, ഒരൊറ്റ നിമിഷം കൊണ്ട് I realized, ഞാൻ തിരിച്ചറിഞ്ഞു, that I was on the very edge of beyond 2 inches. ഞാനൊരു വളരെ നേർത്ത ഒരു മുനമ്പിലാണ്, ഒരു എഡ്ജിലാണ്. ബിയോണ്ട് 2 inches more, ഇനി 2 ഇഞ്ച് പോയി കഴിഞ്ഞാൽ I would have followed that rollicking pebble, ഞാനും അതേ ഉരുളം കല്ലിനെ പിന്തുടർന്ന് താഴോട്ട് പോകേണ്ടി വരും. എന്ന് വെച്ചാൽ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ മനസ്സിലായി, ഇനി കാലെടുത്ത് വെച്ചാൽ ഞാൻ അഗാധമായ ഗർത്തത്തിലേക്ക് ചടപടാ ശബ്ദത്തോടുകൂടി ഉരുണ്ടുമറഞ്ഞ് വീണ് പോകുമെന്ന്. യെസ്, അതാണ് അടുത്ത അപകടകരമായിട്ടുള്ള നിമിഷമല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ചോളൂ, ഇനി കാല് വെക്കാൻ സ്ഥലമില്ല, ഇനി താഴെ കാല് വെച്ചാൽ പിന്നെ ആകാശം കാണും എന്നുള്ള അവസ്ഥ. ഇനി താഴോട്ട് കാല് വെച്ചാൽ ഇനി മേലോട്ടൊരു വരവില്ല, തീർന്നു പോയി എന്നുള്ള ഒരു സിറ്റുവേഷൻ. അഗാധമായ ഗർത്തത്തിനടുത്ത്. എനിക്കൊക്കെ ഉയരം ഭയങ്കര പേടിയാണ്. ഒരു പേര് പറയും, എനിക്ക് തോന്നുന്നു അക്രോഫോബിയോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. ഉയരം ഭയങ്കര പേടി എനിക്ക്. ഉയരത്തിൽ നിന്ന് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ അപ്പം എൻ്റെ കാലിന് ഭയങ്കര ഒരു വിറ വരാറുണ്ട്. നിങ്ങൾ എത്ര പേർക്ക് അങ്ങനെ ആ ഒരു പേടിയുള്ള ആൾക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ തംസ് ഡൗൺ അല്ല തംസ് അപ്പ് ഇട്ട് കാണിച്ചു. ഓക്കെ, I have found it very pleasant to be chasing birds in a pleasant places. നല്ല മനോഹരമായുള്ള സ്ഥലങ്ങളിൽ പക്ഷികളെ നിരീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ പക്ഷികളുടെ പിന്നാലെ പോകുന്നത്, ചേസ് ചെയ്യുന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. I have watched birds through half a century and more. ഏകദേശം 1/2 നൂറ്റാണ്ടിന് മുകളിലായി ഞാൻ പക്ഷികളെ നിരീക്ഷിക്കുകയാണ്. 50 വർഷത്തിന് മേലെ പക്ഷികളെ നിരീക്ഷിക്കുകയാണ്. ചീഫ്ലി ഫോർ ദി പ്ലഷർ, എന്തിനാണ്? പ്രധാനമായിട്ടും പ്ലഷർ, സന്തോഷത്തിന് വേണ്ടി, ആൻഡ് എലേഷൻ, ആഹ്ലാദത്തിനും, ദാറ്റ് ദേ ഹാവ് അഫോർഡഡ്, അവർ ആ പക്ഷി നിരീക്ഷണം വഴി എനിക്ക് ലഭിക്കുന്ന ആഹ്ലാദത്തിനും സന്തോഷത്തിനും സുഖത്തിനും വേണ്ടിയാണ് ഞാൻ പക്ഷികളെ നിരീക്ഷിക്കുന്നത്. എ ഫോം ഓഫ് എസ്കേപ്പിസം, ഒരു തരത്തിൽ പറഞ്ഞാൽ അതൊരു രക്ഷപ്പെടലാണ്. മേ ബി, ആയിരിക്കാം, ബട്ട് വൺ ദാറ്റ് ഹാർഡ്ലി നീഡ്സ് ജസ്റ്റിഫിക്കേഷൻ, പക്ഷേ അതിന് നീതീകരിക്കേണ്ട ആവശ്യം വളരെ കുറവാണ്. ഇതൊരു പക്ഷേ മറ്റുള്ള ജോലികളിൽ നിന്നെല്ലാം ഒരു രക്ഷപ്പെടലായിരിക്കും, പക്ഷേ ഇതിന് ജസ്റ്റിഫിക്കേഷൻ വളരെ കുറച്ച് മാത്രം മതി എന്ന് നമ്മുടെ സാലിം അലി പറഞ്ഞു വെക്കുന്നു. നമ്മുടെ ചാപ്റ്റർ അതോടുകൂടി ഫിനിഷ്ഡ് ആവുന്നു. നല്ല ഉദ്വേഗജനകമായിട്ടുള്ള 2 അടിപൊളി നിമിഷങ്ങൾ സാലിം അലി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ 2 കാര്യങ്ങളും എൻ്റെ മക്കൾ നന്നായിട്ട് മൈൻഡിലേക്ക് എടുക്കുക, നന്നായിട്ട് ഈ ചാപ്റ്റർ ഒന്നുകൂടെ വായിക്കുക. പുതിയ ഒരുപാട് വാക്കുകൾ ഇതിനകത്തുണ്ട്, അതൊക്കെ പഠിക്കുക. ഈ ചാപ്റ്റർ ബേസ് ചെയ്തുകൊണ്ട് ഒരു ബ്ലോഗ് റൈറ്റിംഗ് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ബ്ലോഗ് റൈറ്റിംഗ് എക്സ്പെക്റ്റ് ചെയ്യാം.
എസ്സേ റൈറ്റിങ്ങും എക്സ്പെക്റ്റ് ചെയ്യാം. വേണ്ടി വന്ന ഒരു ക്വസ്റ്റ്യൻ എയറോ കോൺവെർസേഷനോ ഒക്കെ നിങ്ങൾ തയ്യാറാക്കേണ്ടിയിരിക്കും. ബ്ലോഗൊക്കെ മസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്ത് വെച്ചോ. നമ്മുടെ പ്രകൃതി സംരക്ഷണത്തിനെ സംബന്ധിച്ചുള്ള ഒരു ബ്ലോഗ് എഴുതാനൊക്കെ നിർബന്ധമായിട്ടും ഉറപ്പായിട്ടും മക്കൾക്ക് പരീക്ഷയ്ക്ക് വരുന്നതാണ്. സോ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും മക്കൾ നടത്തുക. വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് പൂർണ്ണ സജ്ജരായിക്കൊണ്ട് വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഇടിച്ചിടിച്ച് നിൽക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പോടുകൂടി മക്കൾ റെഡിയായി നിൽക്കുക. വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് നല്ല മാർക്ക് തന്നെ നമുക്ക് നേടിയെടുക്കാം. തൽക്കാലം നമുക്കിടയിൽ ഒരു താൽക്കാലിക വിരാമം. ബൈ. കമൻറ്റിൽ മെൻഷൻ ചെയ്യാൻ മറക്കരുത്. ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരവൊക്കെ കമൻറ്റിൽ നിങ്ങൾ അറിയിക്കണേ. അപ്പോൾ ഒരിക്കൽ കൂടെ ബൈ.